ലോകത്തിലെ എട്ടാമത്തെ മഹാത്ഭുതം എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീലങ്കയിലെ സിഗിരിയ എന്ന സ്ഥലത്തുള്ള ലയൺ റോക്കിന്റെ മുകളിൽ കയറുന്നതിനാണ് ഇന്ന് നമ്മൾ പോകുന്നത്. ഏകദേശം 180 മീറ്റർ ഉയരമുള്ള ഒരു കൂറ്റൻ കരിങ്കൽപ്പാറയുടെ മുകളിലാണ് ഈ രാവണൻ കോട്ട ഉള്ളത്. പോകുന്ന വഴിയിൽ അക്കാലത്ത് ലോകത്തിലെ ഏറ്റവും വലിയ പൂന്തോട്ടവും ഫൗണ്ടൻ ഗാർഡനുമെല്ലാം ഉണ്ടായിരുന്ന സ്ഥലത്തിന്റെ നടുവിലൂടെയാണ് നമ്മുടെ യാത്ര. ഭൂഗർഭ ജലസംഭരണികളിൽ നിന്നും വെള്ളം കൊണ്ടുവന്ന് പ്രവർത്തിപ്പിക്കുന്ന ഫൗണ്ടനുകളാണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇവയിൽ ചിലത് ഇപ്പോഴും പ്രവർത്തനക്ഷമമാണത്രേ. ഈ കോട്ടയുടെ മുകളിലെത്തുവാൻ 1200ഓളം പടികൾ കയറി വേണം പോകുവാൻ. രാവണന്റെ കൊട്ടാരമാണ് ഇത് എന്ന് പറയുന്നുണ്ടെങ്കിലും രേഖകൾ പ്രകാരം AD 477 മുതൽ 495 വരെ ഈ പ്രദേശം ഭരിച്ചിരുന്ന കാശ്യപ രാജാവ് ഇവിടം തലസ്ഥാനമാക്കി വികസിപ്പിക്കുകയും പാറയുടെ മുകളിൽ തന്റെ കൊട്ടാരം പണിയുകയും ചെയ്തു എന്നാണ് പറയുന്നത്. കുത്തനെയുള്ള ഈ പാറയുടെ വശങ്ങളിൽ ഫ്രെസ്കോകൾ എന്നറിയപ്പെടുന്ന പ്രത്യേകതരം റോക്ക് പെയിന്റിങ്ങുകൾ ഉണ്ടായിരുന്നു. അവയിൽ ഭൂരിഭാഗവും ഇപ്പോഴും അവിടെ തന്നെയുണ്ട്. മുകളിലേക്കുള്ള വഴിയുടെ വശങ്ങളിൽ മിറർ വാൾ എന്നറിയപ്പെടുന്ന ഒരു നിർമ്മിതിയുണ്ട്. ഇത് കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്ന തരത്തിൽ മിനുസപ്പെടുത്തിയിരുന്നതായിരുന്നു. ഇതിൽ രേഖപ്പെടുത്തിയിരുന്ന കവിതകളും ലിഖിതങ്ങളും ഇപ്പോൾ കാണാനില്ല. പാറക്കൊട്ടാരത്തിലേക്കുള്ള പകുതി വഴിയിലുള്ള പീഠഭൂമിയിൽ നിന്നും മുകളിലേക്ക് കയറുവാൻ സിംഹത്തിന്റെ വലിയ ഒരു പ്രതിമ നിർമ്മിച്ച് അതിനുള്ളിലൂടെയായിരുന്നു പടികൾ ഉണ്ടായിരുന്നത്. ഈ ഘടനയിൽ നിന്നാണ് ഇതിന് സിംഹപ്പാറ എന്നർത്ഥം വരുന്ന സിംഹഗിരി എന്നും സിഗിരിയ എന്നും പേര് വന്നത്. ആ സിംഹപ്രതിമയുടെ പാദങ്ങൾ മാത്രമാണ് ഇപ്പോൾ അവശേഷിക്കുന്നത്. ഈ പീഠഭൂമിയിൽ ടെറസ് ഗാർഡൻ എന്നറിയപ്പെടുന്ന പൂന്തോട്ടങ്ങൾ പണ്ട് ഉണ്ടായിരുന്നു. ഇവിടെ നിന്നും മുകളിലേക്കുള്ള കയറ്റം കുത്തനെയുള്ള ഇടുങ്ങിയ ഗോവണിയിലൂടെയാണ്. പാറയുടെ മുകളിലെത്തിയാൽ കൊട്ടാര സമുച്ചയങ്ങളുടെ അവശിഷ്ടങ്ങൾ കാണാം. 1831 ബ്രിട്ടീഷ് ആർമിയുടെ മേജർ ജൊനാഥൻ ഫോർബ്സ് ആണ് നൂറ്റാണ്ടുകളോളം ഉപേക്ഷിക്കപ്പെട്ട ഈ പാറയുടെ കോട്ട കണ്ടെത്തിയത്. 1982 ശേഷമാണ് ഈ പ്രദേശം മുഴുവനായും കണ്ടെത്തി ടൂറിസ്റ്റുകൾക്കായി തുറന്നു കൊടുക്കുന്നത്. ഈ പാറയുടെയും സമീപ പ്രദേശങ്ങളുടെയും ആകാശ ദൃശ്യം വിസ്മയിപ്പിക്കുന്നതാണ്. വിവിധ കൊട്ടാരങ്ങളുടെയും അനുബന്ധ കെട്ടിട സമുച്ചയങ്ങളുടെയും ഉണ്ടായിരുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ ഈ പാറയുടെ മുകളിൽ നമുക്കിപ്പോൾ കാണാം. ഇതിന് മുകളിലുള്ള നിർമ്മിതികൾക്ക് ചുട്ടെടുത്ത ഇഷ്ടികകളും കരിങ്കല്ലുമാണ് ഉപയോഗിച്ചിരുന്നത്. ഇവിടുത്തെ ആവശ്യങ്ങൾക്കായി ഇപ്പോഴും വെള്ളം നിറഞ്ഞു കിടക്കുന്ന വിശാലമായ 2 ജലസംഭരണികൾ ഇതിനു മുകളിൽ തന്നെ ഉണ്ടായിരുന്നു. പുരാതന കാലത്ത് ഇത്രയും ഉയരമുള്ള പാറയ്ക്ക് മുകളിൽ ഇതുപോലെ ഒരു സ്ഥലം കണ്ടെത്തി ഇത്രയും വിപുലമായ രീതിയിൽ കൊട്ടാരങ്ങൾ നിർമ്മിച്ച് സമീപ പ്രദേശങ്ങളിലെല്ലാം വിപുലമായ കെട്ടിടങ്ങളും സൗകര്യങ്ങളും മറ്റും നിർമ്മിച്ചതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് അക്കാലത്തെ ഒരു ലോക മഹാത്ഭുതമായി തന്നെ കണക്കാക്കണം. ഗുഡ് ബൈ.